ഈ സ്വർണ്ണ കവർച്ച കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഒരു പ്രതിഷേധമുണ്ടായത്. BJP പ്രവർത്തകർ ചെരുപ്പെറിയുകയായിരുന്നു. ഭക്തരുടെ പ്രതിഷേധം അറിയിക്കാനാണ് ചെരുപ്പെറിഞ്ഞത് എന്നാണ് BJP പ്രാദേശിക നേതാവായ സിനു S പണിക്കർ പറയുന്നത്. ഭക്തരുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും പ്രതിഷേധം അറിയിക്കണമല്ലോ എന്നുള്ള നിലയ്ക്കാണ് നമ്മളത് ഒരു പ്രതിഷേധം എന്ന രൂപേണ ചെയ്തതാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ അദ്ദേഹത്തെ കണ്ടപ്പോഴുള്ള പ്രകോപനം ഉണ്ടായ സമയത്ത് അങ്ങ് ചെയ്തതാണ്. അത്ര വലിയ സുരക്ഷാ വലയമൊക്കെ ഒരുക്കുമ്പോൾ നമുക്ക് ആ രീതി മാത്രമേ പ്രതിഷേധിക്കാൻ സാധിച്ചുള്ളൂ. ശബരിമല ഈ നിയോജകമണ്ഡലത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളൊക്കെ സ്ഥിരമായി മലയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ പ്രതിഷേധം ഈ രൂപത്തിലെങ്കിലും അറിയിക്കണമെന്ന് തോന്നി. പാർട്ടിയുടെ ഭാഗമായിട്ടൊന്നുമല്ല, ഭക്തർ എന്നുള്ള നിലയ്ക്കാണ് ചെയ്തത്. രഘുനാഥ് നാരായണനാണ് നമ്മളോടൊപ്പം ഉള്ളത്. രഘു, വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കണ്ടുവരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ കോടതിക്ക് മുന്നിൽ വെച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെരുപ്പെറിയുന്ന കാര്യത്തിലേക്ക് പോയത്. അത്രത്തോളം വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രതിഷേധം അത് പോലീസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം കരുതൽ ഉണ്ടായിരുന്നു? എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? പൂജ, രാവിലെ മുതൽ തന്നെ ഈ കോടതി വളപ്പിലും കോടതിക്കകത്തും ധാരാളം ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അഭിഭാഷകരടക്കം. എന്നാൽ കോടതി ഇൻ ക്യാമറ നടപടിയിലേക്ക് പോയപ്പോൾ ആളുകളെല്ലാം അവിടെ നിന്ന് നീക്കിയിരുന്നു. ഈ വാർത്താ മാധ്യമങ്ങളിലൊക്കെ അറിഞ്ഞ് ധാരാളം ആളുകൾ ഈ കോടതി പരിസരത്തായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ വേണ്ടി നിന്നിരുന്നു എന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങി വരുമ്പോൾ ചില ആളുകൾ മൊബൈലിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീഡിയോ പകർത്തുന്നുണ്ടായിരുന്നു. ചില ആളുകൾ അവിടെ നിന്ന് ഓൺലൈൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ബന്ധുക്കളെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രമേൽ വൈകാരികമായൊരു വിഷയമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട് സ്വാഭാവികമായിട്ട് തന്നെ അയ്യപ്പൻ്റെ പൊന്ന് കട്ടവൻ എന്നുള്ള ഒരു വികാരം ഭക്തർക്കൊക്കെ ഉണ്ട്. അവരൊക്കെ ഇയാളെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിന്നിരുന്നു. പ്രത്യേകിച്ച് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ഒരു പ്രതിഷേധമുണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ നിന്ന് പടികൾ ഇറക്കി താഴേക്ക് കൊണ്ടുവന്ന് പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് BJPയുടെ പ്രാദേശിക നേതാവായ സിനു ഒരു ഷൂ വലിച്ച് എറിഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദേഹത്തിന് സമീപത്തു കൂടിയാണ് പോയത്. അത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളൊരു മുൻകരുതൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, കാരണം വലിയ രീതിയിലുള്ളൊരു പോലീസ് സംവിധാനത്തിൻ്റെ പോലീസ് സന്നാഹത്തിനകത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തു നിന്ന് റോഡിലൂടെ ഇവിടെ എത്തിച്ചതും കോടതിക്കകത്ത് കയറ്റിയതും. പക്ഷേ ഇത്ര ഒരു പ്രതിഷേധം, ഇങ്ങനെയൊരു പ്രതിഷേധം ഒരാളുടെ ഭാഗത്ത് നിന്നെങ്കിലും ഇങ്ങനെ ഒരു ഷൂ എയർ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ പോലീസിന് ഉണ്ടായിരുന്നില്ല. ഈ സിനു നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഭക്തൻ എന്നുള്ള നിലയിലാണ് പ്രതിഷേധിച്ചത് എന്നുള്ളതാണ്. ശരി, അങ്ങനെയാണ്. ഒരു പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന്റെ നടപടികൾ അതാത് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം കേരളം ചർച്ച ചെയ്ത അത്രത്തോളം വലിയൊരു സംഭവമാണ്. ശബരിമലയിലെ വിഷയമാണ്, സ്വർണ്ണക്കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള നടപടികൾ ആരൊക്കെ ഇനി SITയുടെ വലയിൽ കുരുങ്ങും എന്നുള്ളതൊക്കെ പ്രധാനമാണ്. ആ സ്വർണം എവിടെ, അത് കണ്ടെത്താനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ദ്രുതഗതിയിൽ പോവുകയാണ്.